അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്വസ്റ്റ്യൻ ആൻസർ. ഷഅബാൻ മാസം വിശ്വാസികൾ അറിയേണ്ട കാര്യങ്ങൾ. ആൻസർ. ഒരു മാസം പൂർണ്ണമായും റസൂലുള്ളാഹ് നോമ്പ് നോൽക്കുന്നത് റമളാനിലാണ്. അതല്ലാത്ത മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സുന്നത്തായ നോമ്പുകൾ നോറ്റിരുന്നത് ഷഅബാൻ മാസമാണ്. അതുകൊണ്ട് നമ്മളും ഷഅബാൻ 1 മുതൽ കൂടുതൽ സുന്നത്തായ നോമ്പുകൾ നോക്കേണ്ടതാണ്. അല്ലാഹുവിൻ്റെ റസൂല് ഷഅബാൻ മാസം ധാരാളം നോമ്പനുഷ്ഠിക്കുമെന്നതിന് ധാരാളം നബിവചനങ്ങളുണ്ട്. കാരണം മനുഷ്യരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതും ആയ മാസമാണ് ഷഅബാൻ. ആ മാസത്ത് നോമ്പുകാരനായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഷഅബാൻ 15 കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന വചനങ്ങൾ വന്നിട്ടുണ്ട്. സ്ഥിരം സുന്നത്ത് നോമ്പ് വയ്ക്കുന്നവർക്ക് ഇത് ബാധകമല്ല. നഷ്ടപ്പെട്ട നോമ്പുകൾ ഈ ഷഅബാൻ മാസം നോറ്റുവീട്ടാൻ ശ്രമിക്കണം. നോമ്പ് നോറ്റുവീട്ടാൻ കഴിയാത്തവർ, അതായത് രോഗികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, യാത്രക്കാർ, ഇവർ ഫിദിയ കൊടുക്കണം. ഫിദിയ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം നോമ്പ് നോൽക്കുന്നതാണ്. എന്നാൽ മാരക രോഗികൾ, ഗർഭിണികൾ, തീരെ നോമ്പ് വയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ, ഇവർ ഒരു നേരത്തെ ഭക്ഷണം അഗതികൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അതിനുള്ള പണം കണക്കാക്കി കൊടുക്കാം. ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുകയാണെങ്കിൽ കിലോഗ്രാം കണക്കാണെങ്കിൽ 1.5 കിലോഗ്രാം ഭക്ഷ്യസാധനങ്ങൾ കൊടുക്കാം. ചില ആളുകൾ ഷഅബാൻ 15 മാത്രം സുന്നത്തായ നോമ്പ് എടുക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസം പ്രത്യേകം നോമ്പ് നോറ്റതായോ പ്രത്യേകം പുണ്യമുള്ളതായോ പറഞ്ഞിട്ടില്ല. ഇതിന് സഹീഹായ ഹദീസില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും സഹാബത്തുകളും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ 15 മാത്രം നോമ്പ് നോൽക്കുന്നത് ഫിദ്അത്താണ്. ലൈലത്തുൽ ബറാത്തിന് പ്രത്യേകം നോമ്പ് നോൽക്കുക, ഖുർആൻ ഓതുക, മധുരപലഹാരങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഫിദ്അത്തിൻ്റെ കാര്യങ്ങളാണ്. ഇതിൻ്റെ പിന്നാലെ പോയാൽ റസൂലിൻ്റെ ഹൗദുൽ കൗസർ പോലും തടയപ്പെടും. സുന്നത്തുകൾ കയ്യിൽ പിടിച്ച് ഫിദ്അത്തിൽ നിന്നും വിട്ടുമാറുക. മറ്റൊരു ക്വസ്റ്റ്യൻ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുഹാ നമസ്കാരത്തിലെ ചില കാര്യങ്ങൾ, അതിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ഇൻഷാ അല്ലാഹ്